സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. ആജു പുറത്തു പോയി വന്നപ്പോൾ ഉച്ചയായിരുന്നു. ചാരിക്കിടക്കുന്ന വാതിൽ തുറന്നകത്തേക്ക് കയറി അവൻ്റെ കയ്യിലുള്ള കവറെല്ലാം സിറ്റിയിലേക്ക് വെച്ചു. അവൻ്റെ കണ്ണുകൾ ചുറ്റും നന്ദക്കായി പരതി. കാണാനില്ല. ആജു അടഞ്ഞു കിടന്ന റൂമിൻ്റെ വാതിൽ തുറന്ന് നോക്കി. ഇല്ല, അവിടെയില്ല. അവൻ അടുക്കളയിലേക്ക് നടന്നു. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ ആളെ കാണാനില്ല. പുറത്തേക്കുള്ള വാതിലകത്തു നിന്ന് ലോക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ പുറത്തേക്ക് പോയില്ല. പിന്നെ അവൻ നേരെ പോയത് മറ്റേ മുറിയിലേക്കാണ്. വിചാരിച്ച പോലെ പെണ്ണ് അവിടെയുണ്ട്. നിലത്ത് പരത്തിയിട്ടിരിക്കുന്ന സാരിക്കിടയിൽ ഇരിക്കുവാണ്. ഒരു സാരി കയ്യിൽ പിടിച്ച് അതിലേക്ക് മുഖം പൂഴ്ത്തി പൊട്ടിക്കരയുവാണ്. ആജു ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു. എത്രയൊക്കെ മറക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചില ഓർമ്മകൾ അവൾ അതിനെ അനുവദിക്കുന്നില്ല. എത്രയും വേഗം ഇവിടുന്ന് പോകണമെന്ന് അവൻ കരുതി. അല്ലെങ്കിൽ ആ അമ്മയുടെ ഓർമ്മകളിൽ നിന്ന് അവൾ പുറത്തേക്ക് വരില്ല. നന്ദ. അവളുടെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് അവൾക്ക് അടുത്തവനിരുന്നു. നന്ദു മുഖത്തിന് സാരി മാറ്റി അവനെ നോക്കി. അവളുടെ കണ്ണും മുഖമൊക്കെ ചുവന്ന് തൊടുത്തിരിക്കുന്നുണ്ട്. വല്ലാതെ കരഞ്ഞിട്ടുണ്ടെന്ന് അവളെ കണ്ടതും അവനക്ക് മനസ്സിലായി. അമ്മ. അവളൊന്ന് തേങ്ങി. ആജു ഒന്നും പറയാതെ അവളുടെ കയ്യിലെ സാരി വാങ്ങിക്കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. അവളവളുടെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു. ഈ നെഞ്ചുമില്ലെങ്കിൽ തനിക്ക് ഈ ലോകത്ത് ആരുണ്ട്? ആരുമില്ല. അവൾ പതിയെ മുഖമുയർത്തി അജുവിനെ നോക്കി. അജവളൊന്ന് നോക്കി അവളുടെ നെറ്റിയിൽ അമർത്തി മുത്തി. എനിക്ക് സമാധാനിപ്പിക്കാനൊന്നും അറിയില്ല, ഇങ്ങനെ ചേർത്ത് പിടിച്ചോളാം ഞാൻ. അത് മതിയായിരുന്നു അവൾക്കും. രണ്ടുപേരൊന്നും മിണ്ടിയില്ല. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ചിന്തകൾക്ക് അനുസരിച്ച് അവളിലുള്ള അവൻ്റെ പിടി മുറുക്കിയിരുന്നു. ഞാൻ നിന്റെ അജുവിനെ പോലെ ആവാൻ ശ്രമിക്കാം, പക്ഷേ എൻ്റെ ദേഷ്യം അതിനെ അനുവദിക്കുന്നില്ല നന്ദ. ഞാൻ എന്താ ചെയ്യാം? അവൻ ശരിക്കും എങ്ങനെയായിരുന്നെന്ന് എനിക്കറിയില്ല. അതാ ഞാൻ. അവനൊന്ന് നിർത്തി. പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവനെ നെഞ്ചിൽ മുഖം വെച്ചുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കുവാണ് പെണ്ണ്. അവൾക്ക് പാവം തോന്നി. എല്ലാവരിൽ നിന്നും പറഞ്ഞു കേട്ട, അല്ലെങ്കിൽ ഇന്നലെ വരെ നേരിൽ കണ്ട അർജുനല്ല അവൾക്ക് വേണ്ടി മാറ്റാമെന്ന് അവൾക്ക് സങ്കടം വന്നു. അവനെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അജുവും അവളെ തന്നെ നോക്കുവാണ്. ഇടയ്ക്ക് വല്ലപ്പോഴും ഓർമ്മ വരുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അന്നും ഇന്നും അവളുടെ കണ്ണുകളിൽ ഈ ഭാവമായിരുന്നു. എനിക്ക് വേണ്ടി മാറണ്ട, എനിക്ക് ഈ അർജുനെ ഇഷ്ടമാണ്. പിന്നെ ഇതുവരെ ഞാൻ കണ്ട അജുവല്ലല്ലോ. ഇത് അതിൻ്റെ ഒരു സങ്കടം, അത്രയേ ഉള്ളൂ. മാറിയില്ലെങ്കിൽ മാറ്റിയാൽ മതി. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അജു കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കിയിരുന്നു. എങ്ങനെ മാറ്റണം? അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിക്കുന്നതിനോടൊപ്പം തന്നെ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവൾ അവൻ്റെ മടിയിലേക്ക് ഇരുത്തിയിരുന്നു. നന്ദവൻ്റെ മുഖത്തേക്ക് നോക്കി. പറ, എങ്ങനെ മാറ്റണം? എങ്ങനെ വേണേലും മാറ്റാം. അവൻ്റെ വശ്യമായ ചോദ്യത്തിന് അതുപോലെ ഒരു മറുപടി അവൾ കൊടുത്തു. അജുവിൻ്റെ കണ്ണുകൾ തെളിങ്ങി. ഇഷ്ടമാണോ എന്നെ? അജുവിനെയല്ല, നിന്റെ മുന്നിലിരിക്കുന്ന അർജുനെ ഇഷ്ടമാണോ? ഒരു മൂളൽ മാത്രമായിരുന്നു അവളുടെ മറുപടി. അതവനക്ക് ധാരാളമായിരുന്നു. എന്നെ ഇഷ്ടമാണോ? അജുവിനല്ല, ഈ അർജുനക്ക് എന്നെ ഇഷ്ടമാണോ? ഓർമ്മകളില്ലാത്ത എന്നെ. അവളുടെ കണ്ണുകളിൽ ആകാംക്ഷയാണ്. അവൻ എന്തായിരുന്നു എങ്ങനെയായിരുന്നൊന്നും അവൻ ഓർമ്മയില്ല. പിന്നെ എങ്ങനെ അവളെ മാത്രം ഇത്ര ഓർമ്മ? അതും ഭാര്യയാണെന്ന്. വല്ലാത്ത അധികാരത്തിലാണ് ഓർമ്മ വന്ന നിമിഷം മുതൽ അവൻ്റെ പെരുമാറ്റം. അതാണ് അവൾ അങ്ങനെ ചോദിച്ചതും. ഇഷ്ടമാണോന്നോ? ജീവനല്ലേ. അർജുൻ ഈ ജീവിതത്തിൽ ഇതുപോലെ ആഗ്രഹിച്ച, സ്വപ്നം കണ്ട വേറൊരു കാര്യം ഉണ്ടാവില്ല. അവനത് പറഞ്ഞു നിർത്തിയത് നന്ദവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ പറഞ്ഞതെന്താ? എന്താഗ്രഹിച്ചുവെന്ന് അവളുടെ പിരികൻ ചുരുക്കി. അജു ചിരിയോടെ ആ പിരിഞ്ഞ പുരുക്കങ്ങൾക്കിടയിൽ അമർത്തി ചുംബിച്ചു. ഒന്നും ആലോചിക്കണ്ട, ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി. അർജുൻ പ്രതാപവർമ്മയ്ക്ക് ഈ നന്ദയെ ജീവനാണ്, പ്രാണനാണ്. അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഞെട്ടി കുട്ടി നല്ലോണം ഞെട്ടി. അവൻ്റെ മടിയിൽ അവൻ്റെ മുഖത്തോട് ചേർന്ന് അത്രയും ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആ കണ്ണുകളിലെ ഞെട്ടലും ശരീരത്തിലെ വിറയിലും അവൻക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒന്നും ചോദിക്കണ്ട, ഒന്നും അറിയാൻ സമയമായിട്ടില്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെയല്ല നമ്മൾ ഒന്നായത്. അതുപോലെ ഒന്നാവട്ടെ. അതുവരെ നമുക്കിങ്ങനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കപ്പെട്ട് അങ്ങനെ പോകാം. അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവനവൻ്റെ ശരീരത്തിലേക്ക് ചേർത്തിരുത്തി. പാവം കണ്ണും തള്ളി ഞെട്ടി പണ്ടാറങ്ങിയിരിക്കുവാണ്. പറഞ്ഞതൊന്നും മനസ്സിലായില്ല, പക്ഷെ ഒന്ന് മനസ്സിലായി. വർഷങ്ങളായി തന്നെ അറിയാം. അതുമാത്രം അവൾക്ക് മനസ്സിലായി. അത് മതി, കൂടുതലൊന്നും ചിന്തിക്കാൻ വയ്യ. ഇപ്പം തന്നെ തല പുകിയുന്നു. വാ, നമുക്ക് കഴിക്കാം, എനിക്ക് നല്ല വിശപ്പുണ്ട്. ആജു പറഞ്ഞതും അവളൊന്നും മിണ്ടാതെ അവൻ്റെ മടിയിൽ നിന്നിറങ്ങി പിന്നെ എണീറ്റു. അവനെ നോക്കാതെ അടുക്കളയിലേക്ക് നടന്നു. ആജു ഒരു ചിരിയോടെ അവൾക്ക് പിന്നാലെ നടന്നു. കഴിച്ചു കഴിഞ്ഞ് രണ്ടുപേരും കൂടെ റൂമിൽ കിടക്കുവാണ്. നന്ദു ജനൽ തുറന്നിട്ട് അതിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് അതിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. മഴയില്ല, പക്ഷേ എവിടേക്കോ തകർന്ന് പെയ്തുകൊണ്ട് ആകാശം വരുന്നുണ്ട്. നല്ല തണുത്ത കാറ്റും. ഭാര്യയെ
അജുവിൻ്റെ ശബ്ദം. അവൾ മിണ്ടാതെ അങ്ങനെ തന്നെ കിടന്നു. എന്തോ അത് കേൾക്കുമ്പോൾ ശരീരം മൊത്തൊരു കുളിരാണ്. അത്രയും കട്ടിയുള്ള വിളിയാണ്. മലർന്ന് കിടന്നിരുന്ന അജു അവൾക്ക് നേരെ തിരിഞ്ഞു. ഒരു കാപ്പി കളർ ധാവണിയാണ് വേഷം. വലത്തേ വശം ചേർന്ന് കിടക്കുവാണ്. ധാവണിശാൾ മാറിക്കിടക്കുന്നത് കൊണ്ട് അവളുടെ ഇടുപ്പ് നന്നായി കാണാം. അവനവൻ്റെ ഇടത്തേക്കായി ഉയർത്തി അവിടെയൊന്ന് തൊട്ടു. ആ നന്ദു ഞെട്ടി. അവൻ്റെ വിരൽ ശക്തിയിൽ അവൾ അമർന്നതും അവൾ കണ്ണുകൾ രണ്ടും മുറുകെ അടിച്ച് പിടിച്ചു. പഴയ അജുവായിരുന്നെങ്കിൽ കണ്ണിൽ കൗതുകം നിറച്ച് നോക്കുമായിരുന്നു, അല്ലെങ്കിൽ ഉമ്മ ചോദിക്കുമായിരുന്നു. എന്നാൽ ഇവിടെ അനുവാദം ചോദിക്കലും പിടക്കലും ഒന്നുമില്ല. എന്താണ് തോന്നുന്നത് അത് ചെയ്യും. ഭാര്യയെ വിളിക്കുന്നതിനൊപ്പം അവൻ്റെ മുഖം അവളുടെ പിൻകഴുത്തിൽ തട്ടിയിരുന്നു. എന്താ എന്നെ നോക്കാത്തത്? പതിഞ്ഞുള്ള അവൻ്റെ ശബ്ദം. അവൾ കണ്ണുകൾ തുറന്നു. ജനലിൽ കൂടി കാണുന്ന ഇരുട്ടിലേക്ക് അവളുടെ കണ്ണുകൾ പോയി. മഴക്കാർ കൊണ്ട് അത്രത്തോളം ഇരുട്ട് മൂടിയിരിക്കുന്നു. പെട്ടെന്ന് നല്ലൊരു ഇടിമിന്നൽ മിന്നി. നന്ദു പെട്ടെന്ന് അജീവിന് നേരെ കിടന്നുകൊണ്ട് അവൻ്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവനെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു. ആ സമയം തന്നെ നല്ലൊരു ഇടിവെട്ടി. രണ്ട് ശരീരങ്ങളും നല്ല ശക്തിയിൽ കെട്ടിപ്പിണന്നു. ആജു ഒരു കൈയെത്തിച്ച് ജനലടച്ചു. രണ്ട് ജനൽപാളികൾ അടച്ചതും റൂമിൽ നല്ലോണം ഇരുട്ട് പടർന്നു. ഒരു തണുത്ത അന്തരീക്ഷവും ഒപ്പം പുറത്ത് ശക്തമായ മഴയും നിലത്തേക്ക് പതിഞ്ഞു. ആജു രണ്ട് കൈകൾ കൊണ്ട് മൗനം നന്ദയെ മുറുകെ പിടിച്ചു. നന്ദ അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നു, അവനിൽ നിന്നും അകലില്ല എന്ന പോലെ. അതേ, നമുക്ക് തിരികെ പോകേണ്ടേ? ആജു ചോദിച്ചതും അവൾ മുഖമുയർത്തി അവനെ നോക്കി. അവിടെ പോകേണ്ടേ? എത്ര ദിവസം ഇവിടെ നിൽക്കും? മരിച്ചവരുടെ ചിത കത്തിയെരിയുമ്പോൾ അവരുടെ ഓർമ്മകളും നമ്മളിന്ന് മാറ്റണം. പൂർണ്ണമായും മാറണമെന്നല്ല, വിഷമം മാറണം. അത് മാറിയില്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഈ ജീവിതം ജീവിച്ചു തീർക്കാൻ കഴിയൂ? ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് മറക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഒരാളില്ലെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. പോണ്ടേ? ആജ് അവളുടെ കവളിൽ തലോടി പതിയെ പറഞ്ഞു. നന്ദവൻ്റെ മുഖത്തേക്ക് നോക്കി തലകുലുക്കി. ശരിയാണ് പറഞ്ഞത്, ഒക്കെയും അത്രയും ശരി തന്നെയാണ്. എന്താ ഒന്നും മിണ്ടാത്തത്? ഇങ്ങനെയല്ലല്ലോ എൻ്റെ ഭാര്യ, സ്മാർട്ടല്ലേ? അതൊക്കെ ഓർമ്മയുണ്ടോ? അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചതും അവനൊന്ന് കണ്ണ് ചിമ്പി. നന്ദു പിന്നൊന്നും ചോദിച്ചില്ല. നല്ല തണുപ്പല്ലേ? ഫാൻ ഓഫ് ആക്കണോ? വേണ്ട. അവൻ വേണ്ടെന്ന് പറഞ്ഞതും അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബെഡിന്റെ തലക്ക് മടക്കി വെച്ചിരുന്ന പുതപ്പെടുത്ത് രണ്ടുപേരെയും ചേർത്ത് പുതച്ചു. അജയവളെ തന്നെ നോക്കി. അവൾ അവൻ്റെ അടുത്തേക്ക് കിടന്നതും അവനോട് ചേർത്ത് കിടത്തി. അവളുടെ കഴുത്തിലേക്ക് അവൻ്റെ മുഖം പൂഴ്ത്തി നന്ദവൻ്റെ തലമുടിയിൽ അമർത്തി പിടിച്ചു. നന്ദുവിന് അവനൊന്ന് ചുംബിക്കാൻ തോന്നി. അവളുടെ അജയവളെ ചുംബിക്കുന്നത് പോലെ അവനും ചുംബിക്കാൻ അവൾക്ക് വല്ലാത്ത കൊതി തോന്നി. നന്ദ, ഇങ്ങനെ മിണ്ടാതെ കിടക്കല്ല നന്ദ. എന്നെ ഇഷ്ടമല്ലെന്ന് തോന്നാ എനിക്ക്. എന്നോട് എന്തെങ്കിലും പറ. എനിക്കൊരു ഉമ്മ തരുമോ? അവൾ ചോദിച്ചത് അതാണ്. അജയ് അവളുടെ കഴുത്തിൽ നിന്ന് മുഖം ഉയർത്തി അവളെ നോക്കി. അവൾ നോട്ടം അവൻ്റെ മുഖത്തേക്കാണ്. വല്ലാത്തൊരു നോട്ടം, കൊല്ലുന്ന നോട്ടം. എൻ്റെ ഭാര്യയ്ക്ക് എത്ര ഉമ്മ വേണം? മതിയാവോളം വേണം, എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും. നന്ദു പറഞ്ഞു നിർത്തിയതും അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖത്ത് ആകമാനം പരതിക്കൊണ്ടിരുന്നു. അത്രത്തോളം വേഗത്തിൽ, അത്രത്തോളം ശക്തിയിൽ. അവളുടെ കണ്ണിലും മൂക്കിലും നെറ്റിയിലും നാടിയിലും കവിളിലും എത്രയൊക്കെ തവണ അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞു. മതിയാവോളം. നന്ദുവിൻ്റെ കൈകൾ അവളുടെ ഷർട്ടിൽ മുറുകിക്കൊണ്ടിരുന്നു. ആജു അവളുടെ മുഖത്തിൽ നിന്ന് ചുണ്ടുകൾ മാറ്റി അവളുടെ കണ്ണിലേക്ക് നോക്കി. അടച്ചു പിടിച്ച് കിടക്കുവാണ്. ആ ചുവന്ന ചുണ്ടുകൾ പതിയെ അടർത്തി പിടിച്ചിട്ടുണ്ട്. ആജു അവൻ്റെ വിരൽ കൊണ്ട് അവയിലൊന്ന് അമർത്തി. എൻ്റെ അല്ലേ, എൻ്റെ ഈ അർജുൻ പ്രതാപവർമ്മയുടെ ജീവൻ. അവനവളുടെ ചുണ്ടിനോട് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആ ചുണ്ടുകളൊന്ന് വിറച്ചു. എന്തോ മറുപടി പറയാൻ തുടങ്ങിയതും അവൻ്റെ ചുണ്ടുകൾ അവൾ വിഴുങ്ങിയിരുന്നു. നന്ദു കണ്ണുകൾ അടച്ചു. കൂട്ടം കൂട്ടമായി അടിവയറ്റിൽ പൂമ്പാറ്റകൾ ചിറകടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ആജ് അവളുടെ മൃദുലമായ ചുണ്ടുകളെ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് താലോലിച്ചു. പതിയെയുള്ള ചുംബനമല്ല, അവൻ്റെ ചുണ്ടും നാവും പല്ലുമൊക്കെ അമർന്നുകൊണ്ടുള്ള വന്യമായ ചുംബനം. നന്ദുവിൻ്റെ വിരലുകൾ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് പൊട്ടിച്ചുകൊണ്ട് അവനെ നെഞ്ചിലൂടെ കടന്നുപോയി. രണ്ടുപേരും വേറെ ലോകത്തായിരുന്നു, എല്ലാം മറന്നുകൊണ്ടുള്ള ലോകത്ത്. കാലുകൾ പരസ്പരം പുണരുമ്പോൾ അവർക്ക് മുകളിലുണ്ടായിരുന്ന പുതപ്പ് അവരിൽ നിന്നും താഴെ വീണു. അജയ് അവളുടെ ചുണ്ടുകളിൽ അവൻ്റെ അവകാശത്തെ മുദ്ര കുത്തിയ ശേഷം അവളിൽ നിന്ന് അകന്നു. അവനിൽ ചെറിയൊരു കിതപ്പ് മാത്രമായിരുന്നു. എന്നാൽ നന്ദു ആഞ്ഞു കിതച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. അജയ് അവൾ അവൻ്റെ ശരീരത്തിലേക്ക് അണച്ചു പിടിച്ചു. നന്ദു കണ്ണുകൾ തുറക്കുമ്പോൾ റൂമിൽ ചെറുതായി വെളിച്ചം വീണിട്ടുണ്ട്. മഴയും തോർന്നിട്ടുണ്ട്. നന്ദു അവളുടെ മാറിലേക്കൊന്ന് നോക്കി. അവളുടെ വയലിലൂടെ കൈ ചുറ്റി മുഖം മാറിലേക്ക് വെച്ച് സുഖമായി ഉറങ്ങുകയാണവൻ. ഉറങ്ങാൻ കണ്ണടക്കുമ്പോൾ ഞാൻ ആ നെഞ്ചിലാവും, കണ്ണ് തുറക്കുമ്പോൾ ഈ നെഞ്ചിലാവും. അവളൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ തലമുടിയിൽ തലോടി. ഡ്രസ്സ് അഴിച്ച് മാറ്റിയൊരു ഷോർട്സ് മാത്രമാണ് അവൻ്റെ വേഷം. നന്ദവൻ്റെ മസിൽ നിറഞ്ഞ കൈത്തുടയിൽ അമർത്തി. അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവളുടെ മനസ്സിലേക്ക് വന്നു. മുടിയൊതുക്കി വെച്ച് അവൻ്റെ നെറ്റിയിൽ അമർത്തി ഒരു മുത്തം കൊടുത്ത ശേഷം അവൻ്റെ കൈ അവളുടെ വയറിൽ നിന്നും എടുത്തു മാറ്റി ബെഡിൽ നിറങ്ങി. പരന്ന് കിടക്കുന്ന അവളുടെ മുടി വാരിക്കൂട്ടി ബാത്റൂമിലേക്ക് കയറുമ്പോൾ കോളിമ്പെല്ല് അടിക്കുന്നത് പോലെ തോന്നി. ഒന്നുകൂടെ ശ്രദ്ധിച്ചപ്പോൾ ഇല്ല. വേഗം ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങുമ്പോൾ ആജു ബെഡിലിരിക്കുന്നുണ്ട്. ആരോ വന്നിട്ടുണ്ട്, ബെല്ലടിക്കുന്നുണ്ട്.
അജു പറയുമ്പോൾ അവളൊന്ന് മൂളിക്കൊണ്ട് വേഗത്തിൽ റൂമിന് പുറത്തേക്ക് നടന്നു. അജു ബാത്റൂമിലേക്കും വാതിൽ തുറക്കാൻ മുന്നോട്ട് നടക്കുമ്പോൾ ധാവണിശാള് കൊണ്ട് അവളുടെ മുഖമൊന്ന് തുടച്ച് വെള്ളം കളഞ്ഞു. വാതിൽ തുറന്നതും പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു ശരീരം. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അയാൾ തിരിഞ്ഞു നോക്കി. അപ്പുവേട്ടൻ. അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു, ഒപ്പം കണ്ണുകൾ വിടർന്നു. രണ്ടാമത്തെ അമ്മാവൻ്റെ മകൻ അർപ്പിത്. ആ കൂട്ടത്തിൽ സ്നേഹവും വാത്സല്യം കാണിച്ചിരുന്ന ഒരേ ഒരാൾ. ആഹാ, നന്ദവനെന്നെ ഓർമ്മയുണ്ടോ? അങ്ങനെ അങ്ങ് മറക്കാൻ കഴിയുന്ന ആളാണോ അപ്പേട്ട? അവൻ ചിരിയോടെ ചോദിക്കുമ്പോൾ അതുപോലൊരു ചിരിയോടെ തന്നെ അവൾ മറുപടിയും കൊടുത്തു. അവൻ ആ ചിരിയിലേക്ക് തന്നെ നോക്കി നിന്നു. ചിരിക്കുമ്പോൾ നിരനിരയായി കാണുന്ന ആ പല്ലുകൾ അവളുടെ ഭംഗിയെ കൂട്ടി. തുടുത്ത കവളുകൾക്ക് വല്ലാത്തൊരു ആകർഷണമുള്ള പോലെ അവൻ്റെ കണ്ണുകൾ പെട്ടെന്ന് അവളുടെ ചുണ്ടിൽ തറഞ്ഞു നിന്നു. എന്നും ഒരു പിങ്ക് നിറത്തിൽ മാത്രം കണ്ടിട്ടുള്ള അവളുടെ ചുണ്ടുകൾക്ക് ഇന്ന് നീല നിറമാണ്. കീച്ചുണ്ടിൻ്റെ ഒരു സൈഡിൽ അത് നല്ലവണ്ണം എടുത്ത് കാണിച്ചു. അവൻ്റെ ഹൃദയം ഒന്ന് ഉച്ചത്തിൽ മിടിച്ചതുപോലെ അവനക്ക് തോന്നി. ഭാര്യയെ. പിന്നിൽ നിന്നും ആ ദൃഢമായ ശബ്ദം കേട്ടതും രണ്ടുപേരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. നന്ദ അജുവിനൊന്ന് തുറിച്ചു നോക്കി. എന്തിനടക്കം ഒരങ്ങ എങ്ങനെ വിളിക്കുന്നത്? ആ നാന്ത എന്നെ വിളിക്കൽക്ക് എന്തോ ഒരു ചേലുണ്ട്, അത് വിളിച്ചാൽ പോരെ. ഇതിപ്പോൾ ഭാര്യയാണെന്ന് നാലാൾ അറിയിക്കും പോലെ. പല്ല് കടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ മനസ്സിൽ പറഞ്ഞു. എന്നാൽ അപ്പോൾ പിന്നിൽ നിന്നും വിളിച്ച് ചെറുപ്പക്കാരൻ നോക്കി നിൽക്കുമായിരുന്നു. ഒരു ചെറിയ ഷോർട്സും ടീഷർട്ടുമാണ് വേഷം. ഫിറ്റായി കിടക്കുന്ന ബോഡി ആ ടീഷർട്ടിൽ എടുത്ത് കാണിച്ചു. അത് രണ്ടുപേരെയും നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു വന്നു. അവനെ തന്നെ അടിമുടി നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ അവനൊന്ന് ചെരിഞ്ഞു നോക്കി. അപ്പോട്ട് അകത്തേക്ക് ഇരിക്ക്. അത് പറഞ്ഞുകൊണ്ട് അവൾ മുന്നിൽ നടന്നതും അവൻ അജുവിനൊന്ന് നോക്കിക്കൊണ്ട് പിന്നിൽ നടന്നു. അജി രണ്ടുപേരെയും നോക്കിക്കൊണ്ട് അവർക്കൊപ്പം അകത്തേക്ക് നടന്നു. അപ്പു സെറ്റിയിലിരുന്നതും നന്ദു അടുക്കളയിലേക്ക് നടന്നു. നന്ദു, കുടിക്കാനൊന്നും എടുക്കണ്ട. അയ്യോ അപ്പേട്ട, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഞാൻ ചായ എടുക്കാം. വേണ്ട നന്ദു, ഞാനിപ്പോൾ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. നന്ദു പിന്നെ ഒന്നും മിണ്ടിയില്ല. അവൻ്റെ ഓപ്പോസിറ്റുള്ള സെറ്റിയിലിരുന്നു. അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് അജു ഇരുന്നു. അജുവേട്ട, ഇതെൻ്റെ രണ്ടാമത്തെ അമ്മാവൻ്റെ മകനാ അർപ്പിത്. അവൾ അജുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ പറയുമ്പോൾ അജുവിന് നേരെ കൈ നീട്ടി. അപ്പോൾ കയ്യിൽ കൈ കൊടുത്തു വിട്ടു. അപ്പേട്ടൻ എന്തിനാ വന്നത്? അവർക്ക് ഇന്നലെ രാത്രി പോയത്. ഇന്നലെ വന്നില്ലല്ലോ. ഇന്നലെ വരാതെ ഇന്ന് എന്തിനാ വന്നതെന്ന തോന്നി അവളുടെ വാക്കുകളിലുണ്ടായിരുന്നു. അജുവിൻ്റെ ഷോർട്സിൽ നിന്നും ഫോൺ കയ്യിലെടുത്തുകൊണ്ട് അതിലേക്ക് നോക്കിയിരുന്നു. അവരുടെ സംസാരത്തിൽ അവന് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. പക്ഷേ അവിടുന്ന് എണീറ്റ് പോകാൻ അവനക്ക് തോന്നിയില്ല. ഇന്നലെ കുറച്ച് തിരക്കിൽ പെട്ടുപോയി വരണമെന്ന് കരുതിയതാ, പക്ഷെ നടന്നില്ല. അവനത് പറയുമ്പോൾ അജു മുഖമുയർത്തി അവനൊന്ന് നോക്കി. പിന്നെ വീണ്ടും ഫോണിലേക്ക് നോക്കി. നന്ദൊന്ന് തലകുലുക്ക് മാത്രം ചെയ്തു. പിന്നെ ആരൊന്നും മിണ്ടിയില്ല. അജു ഇടക്ക് മുഖമുയർത്തി രണ്ടാളെയും നോക്കി. അപ്പോൾ നന്ദുവിനെ തന്നെ നോക്കിയിരിക്കുവാണ്. അവളാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുവാണ്. നന്ദുവിൻ്റെ വിവാഹം കഴിഞ്ഞു അല്ലേ? അവൻ അവളുടെ കഴുത്തിൽ കിടന്ന താലിയിലേക്ക് നോക്കിക്കൊണ്ടാണ് ചോദിച്ചത്. നന്ദു ഒരു ചിരിയോട് അജുവിൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചിരുന്നു. അതിലുണ്ടായിരുന്നു അവനക്കുള്ള മറുപടി. നന്ദു ഹാപ്പിയല്ലേ? അതിനവളൊന്നും മിണ്ടിയില്ല. എന്താ ഇപ്പം ഇങ്ങനൊരു ചോദ്യം? ഈ കാര്യത്തിലാണെങ്കിൽ ഹാപ്പിയാണ്, പക്ഷെ ഉള്ളിൽ അമ്മയൊരു തീരാ വേദനയാണ്. നന്ദു മറുപടിയൊന്നും പറയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അല്ല, സാഹചര്യം കൊണ്ടൊരു ഭാര്യയാകേണ്ടി വന്നതല്ലേ? നിന്റെ ചേച്ചി ഒളിച്ചോടി പോയപ്പോൾ നിനക്ക് ഈ താലി സ്വീകരിക്കേണ്ടി വന്നതല്ലേ? അതാ പ്രത്യേകം എടുത്ത് ചോദിച്ചത്. നന്ദു അതിൽ നിന്ന് ചിരിച്ചു. കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായ പോലെ അവൾക്ക് തോന്നി. ചേച്ചിക്ക് അന്ന് പോകാൻ തോന്നിയതിൽ ദിവസവും ദൈവത്തോട് 1000 തവണ നന്ദി പറയുന്നവളാ ഞാൻ. അവളുടെ ആ ഒറ്റ മറുപടിയിലുണ്ടായിരുന്നു അവനക്കുള്ള ഉത്തരങ്ങൾ. കൂടുതലൊന്നും ചോദിക്കാതെ അവൻ്റെ നാവ് കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള അവളുടെ മറുപടിയിൽ അപ്പോൾ വല്ലാതായി. അജുവിൻ്റെ കണ്ണുകൾ ഫോണിലാണെങ്കിലും ശ്രദ്ധ അവരില്ലായിരുന്നു. അതുകൊണ്ട് ചുണ്ടിൽ വിരിഞ്ഞ ചിരിക്ക് മാറ്റു കൂടുതലായിരുന്നു. എന്നാൽ ഞാനിറങ്ങട്ടെ. ഇനിയൊന്നും ചോദിക്കാനില്ലാത്ത പോലെ അവൻ സെറ്റ് ചെയ്യുന്ന എഴുന്നേറ്റു. നന്ദു തല കുലുക്കിക്കൊണ്ട് അവൻക്കൊപ്പം എഴുന്നേറ്റു. അജു എണീറ്റില്ല. അവൻ പുറത്തേക്ക് പോയതും നന്ദു പിന്നാലെ ചെന്നു. ഞാൻ സഹോദരൻ എന്ന നിലക്കല്ലാതെ അപ്പോഴെന്നെ കണ്ടിട്ടില്ല. മുന്നിൽ നടന്നവൻ മുറ്റത്തെത്തി എന്തോ പറയാൻ വേണ്ടി തിരിഞ്ഞതും അവൾ പറഞ്ഞു കഴിഞ്ഞു. അവനൊന്നും മിണ്ടാതൊന്നും ചിരിച്ചുകൊണ്ട് കാറിൽ കയറി യാത്ര പോലും പറയാതെ മുന്നോട്ട് പോയി. അവൻ പോകുന്നത് നോക്കിക്കൊണ്ട് വാതിലടച്ച് അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു സെറ്റിയിൽ മലന്ന് കിടക്കുന്നവന്. നന്ദു നോക്കുന്നത് കണ്ടതും അവൻ വലത്തേക്കായി നീട്ടിപ്പിടിച്ചു. നന്ദു ഒരു ചിരിയോട് അവൻ്റെ മുകളിലേക്ക് കമിഴ്ന്നു വീണു.